ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തന നിയമസംഹിതകളുടെ പ്രാരംഭം നമ്മൾ കണ്ടു. 4-ാം അധ്യായം 44 മുതൽ 28-ാമത്തെ അധ്യായം വരെ വ്യാപിച്ചു കിടക്കുന്ന നിയമാവർത്തന നിയമങ്ങൾ, അതിൻ്റെ ആരംഭ ഭാഗമായ 4-ാം അധ്യായം 44 മുതൽ 6-ാം അധ്യായം 9 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഇതിനെ പ്രാരംഭ ഭാഗമെന്ന് വിശേഷിപ്പിക്കുന്നത്? ഒന്നാമതായി നമ്മൾ കണ്ടു, അതിൻ്റെ ഉള്ളിൽ 10 പ്രമാണങ്ങളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആദ്യ ഭാഗം അവസാനിച്ചത്. ഇസ്രായേലെ കേൾക്കുക, ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു എന്നുള്ള ആ വലിയ സത്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ അടുത്ത സെഷൻ ആരംഭിക്കുകയാണ്. എന്താണ് 10 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ? ഹെബ്രായ ഭാഷയിൽ അത് വളരെ മനോഹരമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേഹയാ കി യവിയഹ അദോനായ് എലോഹേഹ എൽ ഏറത്സ്, അതായത് ആൻഡ് ഇറ്റ് വിൽ ബി വെൻ ഗോഡ് യുവർ ഗോഡ് യാഹ്വേ യുവർ ഗോഡ് വിൽ ബ്രിങ് യു ടു ദ ലാൻഡ്. ഈ ഒരു പ്രത്യേകത എല്ലാ നിയമസംഹിതകളുടെയും ആരംഭത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 7-ാമത്തെ അധ്യായത്തിലും 8-ാമത്തെ അധ്യായത്തിലും 9-ാമത്തെ അധ്യായത്തിലുമൊക്കെ ഈ വചനഭാഗം ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇസ്രായേലിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ ലക്ഷ്യം വച്ചിരിക്കുന്നത് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അനുസരിക്കേണ്ട നിയമങ്ങളാണ്. ഇനി വാഗ്ദാന ദേശം എന്താണ് എന്ന് കൃത്യമായിട്ട് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങളുടെ പിതാക്കന്മാരോട് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശമാണ് വാഗ്ദാന ദേശം. പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ദേശം, ആ ദേശമാണ് ഞാനൊരു സമ്മാനമായിട്ട് നൽകാൻ പോകുന്നുവെന്ന് ഈ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയോട് മോശ വഴിയായിട്ട് പറയുന്നത്. ഇവിടെ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അനുസരിക്കേണ്ട നിയമസംഹിതകളെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുക. വാഗ്ദാന ദേശം പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന ദേശമാണ്. അത് സമൃദ്ധിയുടെ ദേശമാണ്. അതുകൊണ്ട് ഒബ്സർവ് നോട്ട് ടു ഫർഗെറ്റ് യാഹ്വേ. ഷമോർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒബ്സർവ് അല്ലെങ്കിൽ ദൈവത്തെ മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനഭാഗമാണ്. ജോഷുവ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുന്ന അവസാനത്തെ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലും 23-ാമത്തെ അധ്യായത്തിലും ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്: ദൈവത്തെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അതിനുശേഷം പറയുകയാണ്, ദൈവത്തെ മറക്കുന്നത് എങ്ങനെയാണ്? മറ്റ് ദേവന്മാരെ ആരാധിക്കുന്നതിലൂടെ, മറ്റ് ദേശങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിലൂടെ. അങ്ങനെയാണ് നിങ്ങൾ മറ്റു ദേവന്മാരെ ആരാധിക്കുക, ദൈവത്തെ മറക്കുന്നത്. അതിനാൽ ദൈവകോപം നിങ്ങളിലേക്ക് കടന്നു വരും. ദൈവകോപത്തിൻ്റെ ഫലമായി വാഗ്ദാന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും എന്നുള്ള വലിയൊരു സൂചന നമുക്കിവിടെ നൽകുകയാണ്. ഇവിടെ എല്ലാം കാണുന്നത് അന്യദേവന്മാരെ ആരാധിക്കുക, അല്ലെങ്കിൽ മറ്റു ദേവന്മാരുടെ പിന്നാലെ പോവുക, ദൈവത്തിൻ്റെ കോപം നമ്മളിലേക്ക് കടന്നു വരുന്നു. ഇതെല്ലാം തുടർന്ന് വരുന്ന വചനഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ജോഷുവയുടെ പുസ്തകത്തിനും ന്യായാധിപന്മാരുടെ പുസ്തകത്തിനും ഒക്കെ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട തീമുകളാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്ററി എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു തീമാണിത്. മറ്റു ദേവന്മാരെ ആരാധിക്കാൻ പാടില്ല. അന്യദേശത്തേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അന്യദേശക്കാരുണ്ട് അവിടെ. ആ അന്യദേശക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അവരുടെ ആരാധനാലയങ്ങളിൽ പങ്കെടുക്കരുത്, അവരുടെ സ്തംഭങ്ങളിലേക്ക് പോകരുത്, അവരുടെ സമൂഹങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനം ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പാണെന്ന്, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സമൂഹമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ.
ഇതിൻ്റെ എല്ലാം കാരണമായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗമാണ് 20-ാമത്തെ വാക്യം, 6-ാം അധ്യായം 20-ാമത്തെ വാക്യം. അതിപ്രകാരമാണ്: നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ചട്ടങ്ങളുടെയും പ്രമാണങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ഭാവി ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു, കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു. ഈജിപ്തിൽ ദൈവമായ കർത്താവ് നടത്തിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കാൻ തക്ക വിധത്തിൽ കെൽപ്പുള്ളവനാക്കുന്നത്. കാരണം ഈജിപ്തിൽ വെച്ച് ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ മഹത്വം കണ്ടു, കർത്താവിൻ്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കി. അതിനാൽ ദൈവമായ കർത്താവ് നൽകുന്ന ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അനുസരിച്ചാൽ അവന് ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് 6-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ. തുടർന്ന് വരുന്ന അധ്യായങ്ങളിലും അടുത്ത ഒരു സെറ്റ് ഓഫ് ലോസ് നിയമസംഹിതകൾ കാണുകയാണ് 7-ാമത്തെ അധ്യായത്തിൽ. പ്രത്യേകിച്ച് 7-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: കി എവിയഹ അദോനായ ലോകേഹ എൽ ഏറത്ത് സഷേർ അത്തബ ഷമ്മ ലെറിഷ്താഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ God made you enter into the land which you are entering in it, you shall possess it. അതായത് ദൈവമായ കർത്താവ് നിങ്ങളെ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ ദേശം നിങ്ങൾ സ്വന്തമാക്കണം, പൊസസ് ചെയ്യണം. ഇതാണ് നിയമസംഹിതയുടെ 2-ാമത്തെ ഭാഗം അവതരിപ്പിക്കുന്ന 7-ാമത്തെ അധ്യായത്തിലൂടെ. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതും ഇതുതന്നെയാണ്. വാഗ്ദാന ദേശത്തേക്ക് ഇസ്രായേലിനെ കൊണ്ടുപോകണം. അതിൻ്റെ കാരണം ദൈവമായ കർത്താവിൻ്റെ നിയമങ്ങളുടെ അനുശാസനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ 2-ാമത്തെ ഭാഗത്ത് 7-ാമത്തെ അധ്യായത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു വാക്കുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് പൊസസ് ചെയ്യണം. കർത്താവിൻ്റെ ദേശം, വാഗ്ദാനത്തിൻ്റെ ദേശം നമ്മൾ അത് സ്വീകരിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളണം എന്ന് തിരുവചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ജോഷുവയുടെ പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും മറ്റു പുസ്തകങ്ങളിലുമൊക്കെ കാണുന്ന ഏറ്റവും വലിയൊരു തീമാണ് വാഗ്ദാന ദേശത്തിൻ്റെ സ്വീകരണം എന്ന് പറയുന്നത്. വാഗ്ദാന ദേശം ഒരു പറുദീസ പോലെയാണ്. പറുദീസായിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പറുദീസായെ സ്വീകരിക്കാൻ, നഷ്ടപ്പെട്ടു പോയ പറുദീസായെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങൾക്കുമനുസരിച്ച് ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് 7-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുക. 7-ാമത്തെ അധ്യായത്തെ മനോഹരമായ രീതിയിൽ നമുക്കൊന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും കാണുന്ന 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഇത് ഒരു പ്രത്യേക രീതിയിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു അധ്യായമാണ്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും ഒരേ ആശയങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിപ്രകാരമാണ്: റൂൾ ഓഫ് ദ ഹോളി വാർ, പരിശുദ്ധമായ യുദ്ധത്തെക്കുറിച്ചുള്ള സൂചനകളാണ്, നിയമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, റൂൾ ഓഫ് ദ ഹോളി വാർ. അതിനെ അല്പം കൂടെ പോളിഷ് ചെയ്ത് ഒരു നിയമസംഹിതയുടെ രൂപത്തിലാക്കിയിരിക്കുകയാണ് നിയമാവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ. എന്തൊക്കെയാണ് റൂൾ ഓഫ് ദ ഹോളി വാറിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഇവിടെ കാണുന്നത് ദൈവം യുദ്ധം ചെയ്യുന്നു, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒന്നാമതായിട്ടുള്ളത്. ദൈവം യുദ്ധം ചെയ്യുന്നു. അവിടെ കാണുന്നത് ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ധാരാളം കാനാന്യരുണ്ട്, ജബൂസ്യരുണ്ട്, ഹിവ്യരുണ്ട്, ജെറുഷൈറ്റുണ്ട്, എല്ലാവരും ഉണ്ട്. അതിനാൽ അവർക്കെതിരെ ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മൾ 1 മുതൽ ഉള്ള അധ്യായങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ട മറ്റൊരു പ്രതിഭാസമുണ്ട്. കാരണം മോശ ഇസ്രായേൽ ജനത്തിൻ്റെ പഴയ ജീവിത സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഓരോ രാജാക്കന്മാരെയും തോൽപ്പിക്കണമെന്നതിനെക്കുറിച്ച് ഉള്ള സൂചനകൾ കൊടുക്കുകയാണ്. അവിടെയൊക്കെ പറയുന്നത് സീഹോൻ രാജാവായ ബാഷാൻ രാജാവായ സീഹോനെയും ഓഗിലെ രാജാവിനെയും ഒക്കെ നിങ്ങൾ നിശേഷം നശിപ്പിക്കണം, അവിടെ നിന്നുള്ള വസ്തുവകളൊക്കെ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മോവാബ് രാജാക്കന്മാരെയോ അല്ലെങ്കിൽ മോവാബ് ദേശക്കാരെയോ അമ്മാൻ ദേശക്കാരെയോ
ഏദോം ദേശക്കാരെ ഒന്നും ചെയ്യരുത്, കാരണം അവർ ദൈവമായ കർത്താവ് അവർക്ക് അവിടെ സ്ഥലം കൊടുത്തിട്ടുള്ളതാണ്. റൂൾ ഓഫ് ദ ഹോളി വാറിൽ പറയുന്ന ഇപ്രകാരമാണ്: ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ അവിടെ സാവധാനത്തിൽ നിന്നാൽ മതി, നിങ്ങളല്ല യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടി ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം പോകുന്ന വഴിയിലൊക്കെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് യുദ്ധത്തിനായിട്ട് പോകുന്നത്. അതുകൊണ്ട് രണ്ടാമതായിട്ട് പറയുന്നത്, ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ എല്ലാവിധത്തിലുള്ള ആരാധനാ സ്തംഭങ്ങളും എടുത്ത് കളയണം, പരിപൂർണമായിട്ട് ഇല്ലാതാക്കണം, അവിടെ ഒന്നും അവശേഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെയുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു റൂൾ ഓഫ് ദ ഹോളി വാറിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കണം അവിടുത്തെ ആരാധനാലയങ്ങളും സ്തംഭങ്ങളുമൊക്കെ നശിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരണം 20-ാമത്തെ അധ്യായത്തിൽ നൽകിയിട്ടുണ്ട്. അതിനെല്ലാത്തിനെയും നശിപ്പിക്കണം. ജീവനുള്ള എല്ലാം തന്നെയും ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ അതൊരു ബലിയായിട്ട് കൊടുക്കണം. എന്നാൽ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും തീയിൽ ചുട്ട് നശിപ്പിക്കണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ എല്ലാം നശിപ്പിക്കണം, അതിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ല, ഒരു ബൂട്ടി പോലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ നിർദ്ദേശം കൊടുക്കുകയാണ് നിയമാവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായം. അതിൻ്റെ വേറൊരു ഭാഗമാണ് 7-ാം അധ്യായം 1 മുതൽ 5 വരെയും 7-ാം അധ്യായം 17 മുതൽ 26 വരെയുമുള്ള തിരുവചന ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുക. എന്നാൽ ഈ 2 വചനഭാഗങ്ങളുടെയും നടുഭാഗത്ത് പ്രത്യേകിച്ച് 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇതിൻ്റെ കാരണം പറയുകയാണ്. എന്താണ് കാരണം? ദൈവമായ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റി കഴിഞ്ഞു. അതുപോലെ തന്നെ പറയുകയാണ്, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ് ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചും അതുപോലെ തന്നെ ഹെസദ്, ലവിങ് കൈൻഡ്നെസ്സിനെ കുറിച്ചുമൊക്കെയുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടാൻ പോകുന്നത് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭൂമി അവന് അനുഗ്രഹം നൽകും, അതുപോലെ തന്നെ അവൻ്റെ രോഗങ്ങൾ മാറും, അവന് കണ്ണുനീരുണ്ടാവുകയില്ല. ഇതൊക്കെ പറയുന്നതിലൂടെ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ദൈവികമായ അനുഭവത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുക. യെശയ്യായുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ ജെറമ്യായുടെ പുസ്തകത്തിലുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങൾ ഇതിനോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 66-ാമത്തെ അധ്യായത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയുമൊക്കെ കണ്ടതിന് ശേഷം ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ പ്രവേശനത്തിലൂടെ പുതിയ ക്രിയേഷനെ അവതരിപ്പിക്കുകയാണ്, പുതിയ സൃഷ്ടി അവതരിപ്പിക്കുകയാണ്. 66-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: ഇനി ഒരിക്കലും ഒരു കുഞ്ഞു പോലും ഇവിടെ മരിച്ചു വീഴുകയില്ല, കാരണം ആ മരണം അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. രണ്ടാമതായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ദേശം വിട്ട് ഇനി ആരും ഇവിടെ നിന്ന് പോവുകയില്ല. ഇതെല്ലാം ഒരു ഉടമ്പടിയുടെ ബന്ധത്തിലൂടെയാണ് പ്രവാചകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് 7-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം ഇതൊന്നും റൂൾ ഓഫ് ദ ഹോളി വാർ എന്ന് പറയുന്ന ആ അനുഭവത്തിലേക്ക് ദൈവമായ കർത്താവാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എന്നുള്ള ആഴമായ ബോധ്യം നിനക്കുണ്ടെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. ആ അനുഗ്രഹത്തിലൂടെ പുതിയ സൃഷ്ടിയുടെ ഗണത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും 8-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിയമസംഹിതയിലുള്ള അടുത്ത ഒരു സെറ്റ് ഓഫ് ലോസിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് 8-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കുവാൻ ശ്രദ്ധാലുക്കളാകുവിൻ. അതായത് വീണ്ടും ദൈവിക നിയമങ്ങളുടെ അനുസരണത്തെക്കുറിച്ചുള്ള ഭാഗമാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത്. ഈ അനുസരണത്തിലൂടെ പുതിയ അനുഭവത്തെ, പുതിയ ദൈവിക നിയമത്തെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകുകയാണ്. ഇവിടെ ദൈവിക നിയമങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി അവതരിപ്പിക്കുന്നുണ്ട്.
മോശ ഇസ്രായേൽക്കാരോട് പറയുന്ന ഒരു പ്രഭാഷണമായതിനാൽ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് മരുഭൂമിയുടെ അനുഭവത്തിലൂടെ എങ്ങനെയാണ് ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നത്. അതിൻ്റെ ഓരോ അനുഭവങ്ങളും പറഞ്ഞു വെച്ചതിന് ശേഷം രണ്ടാമതായിട്ട് പറയുകയാണ്, ഇതേ അനുഭവം തന്നെയാണ് വാഗ്ദാന ദേശത്ത് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. മരുഭൂമിയുടെ അനുഭവത്തിൽ ദൈവമായ കർത്താവ് അവരെ സംരക്ഷിച്ച സംരക്ഷണങ്ങൾ എല്ലാം ഓർക്കുകയാണ്, ജീവിത സാഹചര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. എന്തിനാണ് അവരെ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കൊണ്ടുപോയത്? അത് അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി, അവരെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പറയുന്ന ഇപ്രകാരമാണ്, നിങ്ങളുടെ വലിയ ശക്തി കൊണ്ടോ നിങ്ങൾ ശ്രേഷ്ഠരായതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്, അത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ വേറൊരു അനുഭവമാണ് 8-ാമത്തെ അധ്യായത്തിൽ പറയുക, ഞാൻ നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി, ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ദുരനുഭവങ്ങൾ ഒക്കെ മരുഭൂമിയിലൂടെ കൊണ്ടുവന്നപ്പോൾ കെടുക്ക് തന്നത്. ഇനി വീണ്ടും പറയുന്ന ഇപ്രകാരമാണ്, ഈ മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത് ഒരു സമൃദ്ധിയുടെ അനുഭവമായിരുന്നു ഇസ്രായേൽ ജനതയ്ക്ക്. എന്തിൻ്റെയെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മന്ന കൊടുത്തു, ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു, വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പാറ പിളർന്ന് വെള്ളം കൊടുത്തു. ഇതെല്ലാം അനുഗ്രഹത്തിൻ്റെ ഭാഗമല്ലേ എന്ന് മോശ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് പറയുകയാണ്, ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾക്ക് വിങ്ങലുകൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. 40 വർഷം നിങ്ങൾ നടന്നില്ലേ? ഈ 40 വർഷം നിങ്ങളുടെ വസ്ത്രത്തിന് ഏതെങ്കിലും പഴക്കം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ കാലുകൾക്ക് ഏതെങ്കിലും തരത്തിൽ വിങ്ങലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്രമാത്രം സ്നേഹത്തോടു കൂടി നോക്കുന്ന ഒരു ദൈവമാണല്ലോ നമ്മുടെ ദൈവമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിതാവ് പുത്രനെ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവിൻ. ഇതെല്ലാം ഒരു ശിക്ഷണത്തിൻ്റെ അനുഭവമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടികളും അത്തിവൃക്ഷങ്ങളും മാതള നാരങ്ങകളും ഒലിവ് മരങ്ങളും തേനുമുള്ള ദേശമാണത്. നിങ്ങളവിടെ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും, അവിടെ നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതായത് മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നടത്തിയ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല എന്ന് 8-ാമത്തെ അധ്യായത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 1 മുതൽ 20 വരെയുള്ള വചനഭാഗങ്ങളിലൊക്കെ ദൈവമായ കർത്താവ് എങ്ങനെ ഇസ്രായേൽ ജനതയെ വഴി നടത്തി എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നടത്തുകയാണ് ഈ നിയമസംഹിതകളിലൂടെ. അതുകൊണ്ട് 44 മുതൽ 8-ാം അധ്യായം 20 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് 3 സെറ്റ് ഓഫ് ലോസ് ആണ്. ഒന്നാമതായിട്ട് കണ്ടത് 5-ാമത്തെ അധ്യായത്തിൽ, രണ്ടാമതായിട്ട് കണ്ടത് 6-ാമത്തെ അധ്യായത്തിൽ, മൂന്നാമതായിട്ട് കണ്ടത് 7-ാമത്തെ അധ്യായത്തിൽ, അവസാനമായിട്ട് കണ്ടത് 8-ാമത്തെ അധ്യായത്തിൽ. ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് മോശ ഇസ്രായേൽ ജനതയ്ക്ക് ഹൊറേബിൽ വെച്ച് കൊടുത്ത അതേ നിയമങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വിഗ്രഹാരാധനയ്ക്ക് അടിമപ്പെടരുത്. 6-ാമത്തെ അധ്യായത്തിൽ സർവപ്രധാനമായിട്ടുള്ള കൽപ്പന അവതരിപ്പിക്കുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുകയും ആ സ്നേഹത്തിന് പ്രഘോഷണമായിട്ട് മാറണം, അത് ജീവിതത്തിൻ്റെ ബന്ധിയായിട്ട് മാറണം എന്ന് അവതരിപ്പിക്കുന്നതിലൂടെ മറ്റ് ദേവന്മാരെ ഒന്നും ആരാധിക്കരുത്, ഏക ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടു കഴിഞ്ഞു കർത്താവിൻ്റെ വചനത്തോടുള്ള, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തത, കർത്താവ് എത്രമാത്രമാണ് ഒരു ജനതയെ ശ്രേഷ്ഠ ജനതയായിട്ട് കരുതുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ കണ്ടു. റൂൾ ഓഫ് ദ ഹോളി വാർ എന്ന ആ വലിയ ദൈവമായ കർത്താവാണ് ഇസ്രായേൽ ജനതയെ ഏത് ദുർഘട നിമിഷങ്ങളിലും നയിക്കുന്നത്, ഏത് ബുദ്ധിമുട്ടുകളിലും നയിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ കണ്ടു. സമാപനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി അനുഭവം, ദുരനുഭവങ്ങളുണ്ടായപ്പോഴും ശ്രേഷ്ഠമായ അനുഭവങ്ങളുണ്ടായപ്പോഴും എങ്ങനെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയെ നയിച്ചു, അതുപോലെ വാഗ്ദാന ദേശത്തും ഇസ്രായേലിന്
ഇതേ അനുഭവം ഉണ്ടായിരിക്കുമെന്ന് മോശ ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഭാഗങ്ങൾ. ഇനി അടുത്ത ഒരു സെഷൻ എന്ന് പറയുന്നത് 9, 10, 11 അധ്യായങ്ങളാണ്. അത് ആദ്യ നിയമസംഹിതയുടെ സമാപനം എന്ന രീതിയിലാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം.